സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയമെപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അപരാധങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബാലാകമാരത്തിനുശേഷം അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഹൃദയമായി സന്തോഷമായി നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്നേഹമാരാധനയുണ്ടായിരിക്കട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പാപത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, എന്നെ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധി, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഈശോനാഥാവിനോട് നിന്നെ നമിച്ചതുകൾത്തന്നു. മധ്യനിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവിനെ സത്യമായി ശരീരങ്ങൾ ഉയർത്തുന്നവരും ആത്മാവിനെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര
പരിപാവനനാം ബലവാനേ, പരിപാവനനാം മഹത്തേ, നിൻ കൃപ ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. വിശുദ്ധരിൽ സമൃദ്ധനായ വിശുദ്ധനും ചുറ്റലുകളും ബലവാനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിന് എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവാം പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതെല്ലാവരെ വിനയിച്ചു. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ ആവാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാജനത്തിലെ വിധിവരെ അവിടുന്ന് അന്ധകാരത്തെ നിത്യബന്ധനത്തെ ശേഷിച്ചെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സ്വതന്ത്രയും ഗോമോറയെയും അവയെ മികച്ച് ഭോഗശക്തിയിലും വിപരീതത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി. അവിടുന്ന് എല്ലാവർക്കും വിശ്വാസം നൽകിയിരിക്കുന്നു. സുവിശേഷം നമുക്ക് ശ്രദ്ധാപൂർവ്വം സുവിശേഷം പഠിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ നമ്മുടെ കർത്താവിൽ ശ്രമിച്ചതായ പരിശുദ്ധ സുവിശേഷം അധ്യായം 17-23 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ആ അർത്ഥനോട് വീണ്ടും അവൻ ചോദിച്ചു, അവന്റെ കണ്ണുകൾ തുറന്നത്, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നു കാഴ്ച ലഭിച്ചവരുടെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണ്? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിയില്ല. അത് അവനോട് തന്നെ ചോദിക്കുകയും അവൻ പ്രായമായി തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവന് സിനഗോഗിയിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായത് അവനോട് തന്നെ ചോദിക്കുകയും എന്ന് പറയുന്നത്. അവരുടെ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപാവരിക്കുന്നവരുടെ വർഷിക്കുകയും അങ്ങയുടെ അങ്ങയുടെ അക്ഷരമായി ചെറുപഴുടെ പാപങ്ങളുടെ ബോധത്തിനും കാരണമായിട്ട് പിതാവും പരിശുദ്ധാത്മാവുമായി സ്ഥലത്തിലേക്ക് നഗരായിരത്തിനോട് കടന്നുകയും ഭാവങ്ങളെ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുറസ്സുകയും ചെയ്യട്ടെ. നിത്യപിതാവേ സുരരുടെ പ്രേഷിതരെ സ്നേഹിതരെ ശാന്തിലപേക്ഷിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ശരണം തേടുന്നു ഉത്തീരരായിടുവാ സർവ്വത്തിലെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ അതിനെ സിദ്ധരാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും പ്രാർത്ഥിക്കുകയും വിഷയുടെ സ്നേഹത്തിന്റെ വിശ്വസിതമായ എല്ലാ ഭരണകർത്താക്കളെയും വിശ്വസിക്കുന്ന വെച്ച് ായ വിഷയങ്ങളെയും നമുക്ക് സഹായത്തിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയറ്റങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതായ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരത്തിലെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്ന ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി അങ്ങ് നൽകിയ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ശക്തരാക്കി അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ബഹുമാനമുള്ള ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
നമുക്കെല്ലാവർക്കും വേണ്ടാവുന്ന പുസ്തകത്തിലൂടെയും കർത്താവിന്റെ കൽപ്പനയ്ക്ക് ജപിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപ്പെടുന്നത് ഒരു വിധത്തിന്റെ മന്ത്രം വഴി സമാധാനം പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹായുടെ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണ് ദൈവവുമാ, ന്യായവുമാണ് ദൈവവുമാ. സമാധാനത്തോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ ശിക്ഷകളിലും വീഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നുള്ള ആശീർവദിക്കുന്നവരെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആയിരങ്ങളും ഭക്തനായ നീക്കപ്പെട്ട് ആരാധിക്കുന്നു. അക്മേന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായി പ്രവന്മാരോടും ശ്രാന്തന്മാരോടും ചേർന്ന് നാഥനായി നീക്കിവരാരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ. അധരങ്ങളിൽ സ്തുതിഗീതം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ. കഥാവായ സൂര്യനോട് തുടങ്ങി ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങയിൽ പ്രകാശം അങ്ങയുടെ ശക്തിയുടെ പ്രതിച്ഛായമായ ദൈവത്തെ വാഴ്ത്തും. അങ്ങയോടുകാര്യമായി പരിഗണിക്കാൻ അവിടുന്ന് സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തുമായ ആത്മാവണ്ണത്തുമായ ശരീരത്തോടുകൂടെ പരിപൂർണ്ണ മനുഷ്യനായി ശ്രീകൃഷ്ണനായി ദൈവത്തിനായി ശ്രദ്ധിക്കുവാൻ ദൈവത്തിനായ വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷകസ്മാരിക്കുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുശക്തികളർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തലയിൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പകെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാശയമെടുക്കും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു
ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്യുന്ന നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുകയും കർത്താവിനെ ഒളിപ്പിച്ചവരുമായി നിന്റെ തിരുശക്തിയോട് ചൂടിയിരിക്കുന്നു. നന്മയാശിക്കുവാൻ കഴിയാത്തുന്ന മാത്രമറിയാനും നൽകിയിരിക്കുന്നു. നിന്റെ ദൈവീകത ഞങ്ങളെ പങ്കുകാരാക്കുവാൻ സ്വഭാവം സ്വീകരിക്കുകയും അതപരിച്ച് വൈദ്യുതനായി ജീവിപ്പിക്കുകയും ചെയ്തു. പവിളായി ഞങ്ങളുടെ അനുസരിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ പ്രകാശം നൽകിയ ശത്രുക്കളെ പരാജിതരാക്കിയതുമായ പ്രകൃതി നിന്റെ സമർത്ഥമായ തെളിയിക്കുകയും ചെയ്തു. നീ നൽകിയതാശായികൾക്ക് ഒരിക്കലും നടക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സർവതലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷനായ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, അതിരൂപതാധ്യക്ഷനായ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മാർ ടോണി മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും സാക്ഷികളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധരുമായ എല്ലാ രാജ്യന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, എടുക്കാനും പ്രത്യാശയുടെ കാത്തു നിൽക്കുന്ന ഈ സ്നേഹ സമൂഹത്തിന് വേണ്ടി, അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായി മേലെ ശരീരത്തിൽ അർപ്പിക്കുന്നു. ഈ ഓർമ്മയായി നീതിമാന്മാരുടെയും പാവന സ്മരണ അകിടവനും സമൃദ്ധമായ കൃപയാവിശ്വചാരമാക്കിയതുമേ. ജീവിതകാലം സമാധാനം നൽകണമേ. അത് മാത്രമാണ് പിതാവായി ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ സംസ്കാരം പീഡാനുഭവത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും മകനീയവും പരിശുദ്ധവും പരിശുദ്ധമായ ദേശത്ത് സദുടത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അവിടെ നാമസത്തിനെ ആസ്വദിക്കുകയും പരിഹരിക്കുകയും ചെയ്യട്ടെ. പാപങ്ങളുടെ മോചനത്തിൽ മരിച്ചവരെയും പ്രത്യാശിക്കുന്നു. ഇതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും സ്വഹിരാജാവുമായി ജീവിതത്തിൽ കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും സ്നേഹവുമായ ചാപനതയെ കുറിച്ച് അങ്ങേകൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങനെ വിശുദ്ധ സഭയിൽ സർവ്വത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവുമായ ബഹുമാനം സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നോട് ദൈവമേനമേ.
എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ചെയ്തതായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായ സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവനായകമായ നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ യേശുവിനായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രക്ഷകനെ സമീപിക്കാം. നമ്മുടെ അവകാശത്തോടെ അബ്രാഹ്മണന്റെ പിന്തുണയുണ്ട്, പാപങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിലെ മാർഗ്ഗത്തോടെ പാപം ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളപരാധം ക്ഷമിക്കണമേ. 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 എനിക്ക് ജീവനും കാരണമാകട്ടെ. കർത്താവായ ദൈവത്തിന്റെ വിശ്വാസത്തോടുകൂടെ സന്നിധിയിൽ എപ്പോഴും ഹൃദയം പ്രസന്നവും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സുഖിസ്രായ പിതാവേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നതുമായ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ വിശുദ്ധ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കടകളുണ്ടെങ്കിൽ
നമ്മെ ജീവിക്കുന്ന കർത്താവേ ശിക്ഷയായിരിക്കുന്ന അവിടുത്തെ കാരണക്കാരനാണ് സംഭവമാകട്ടെ. സഹോദരേ, സുഖമായിട്ടുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശക്തിയായും അവരുടെ സമാധിയായും വിശ്വാസത്തെ ശ്രമിക്കുന്നു. കർത്താവായ കടങ്ങളുടെ മോചനത്തിനായി ഉള്ളിക്കാരനോട് ഞങ്ങൾക്ക് നൽകി ഈ നാളത്തെ ഉത്സവഹരമായിരിക്കുന്ന സ്തുതി ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പരിശുദ്ധവും ജീവനായ നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ ആരാധ്യമായ തന്റെ ശരീരത്താൽ കടങ്ങൾ വെറുക്കുകയും രക്തത്താൽ ചെയ്തുള്ള കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ നിങ്ങളുടെ മേലവിടുന്ന് വിഭാവനം ചൊരിയട്ടെ. അവിടുന്ന് നനക്കാരിലും അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ വർഗ്ഗങ്ങൾ ശ്രമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ എപ്പോൾ വിശുദ്ധീകരണത്തിന്റെ പീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചു കുർബാന കല്ലുകളുടെ കാരണമാകട്ടെ. ദൈവമേ അങ്ങേയ്ക്കായി ഞങ്ങളെന്നും സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും സ്വർഗസംഗീതം നീട്ടുന്നു. സൈന്യാധീശനായിടും സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. തിങ്ങേടും നല്ല സന്ധനം
ശ്രീയനും ദിവ്യപ്രശില ദിവ്യന്മാർ വേദസാക്ഷികൾ നിത്യാനന്ദ പ്രദമാവാരണ്യം വാഴ്ത്തിയിടുന്നു നിരന്തരം വാഴ്ത്തിയിടുന്നു നിരന്തരം നിസ്തുലൻ പ്രഭാപൂരിതൻ താതാ നിത്യനാമേകസുലുമേ പാവനാത്മത്രിയേകദൈവമേ സ്തോത്രമെന്നും എന്നേക്കുമേ ലോകമാകവേ പാവനം സദാ കീർത്തിക്കുന്നങ്ങേ സാദരം കീർത്തിക്കുന്നങ്ങേ സാദരം നിന്നലഘവംശോരീടത്തിനം വിണ്ണെടുത്തോരീദാസരിൽ നിൻകൃപാപ്രദം ചിന്തളേയെന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിലങ്ങേ ശ്രീകരിയണേ ഒത്തുചേരാക്കനിയണേ കാത്തിടൂ നാദാ നിൻ ജനങ്ങളെ ആശിസിക്കണേ നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതി അവർക്കേകണേ നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പാവനനാമവും തഥാ പാവനനാമവും തഥാ ഇന്നു ഞങ്ങളിൽ പാപമേശയും നിന്നനുഗ്രഹം നൽകണേ ആശ്രയിച്ചിവതീവ്രമായ തിന്നും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു ലക്ഷ്യയില്ല നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തദയാഭരണമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ മഹാധാരത്തെ കുറിച്ച് മഹാമഹത്വം നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നവർ ഉപേക്ഷിക്കുന്നവർ ആഗ്രഹം സാധിച്ചു നീ ഞങ്ങൾ സ്വർഗീയ സമാനരാക്കുന്നു. എന്റെ കാരണത്തെ കുറിച്ച് നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിളിക്കുകയും സകലപ്രദോടനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ ആശ്വസിപ്പിക്കണം. ജീവനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിൽ മഹിമയുടെ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ വിലനിർത്തണമേ നല്ല വരത്തു വരമാക്കിയേ. ആരാധിച്ചു വണങ്ങുന്നു അനുദാനം ഞങ്ങൾക്ക് ധാനം രക്ഷയും നൽകുന്നു. ആകാശമുറി ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നൽകണമേ മൃതരായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മാറ്റണമേ കൃപയായി. മാമോദീസ വഴിയാക്കി സുതരാണവരെ ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവനാനന്ദിക്കും. കർത്താവേ ചോദിക്കവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവരും ചേർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രനുമായ മൃതനാമെങ്കിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ തിരുമിഴിയെല്ലാം കാണുന്നു.
കർത്താവേ, ദൈവമേ, നൽകിയിരിക്കുന്ന ദയാലുവായ ചിലയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തിരുപ്പതിയെ സഹായിക്കുമാറാകട്ടെ. ശിവദൈവത്തിന്റെയും നാഥൻ നിത്യപിതാവായ പരിശുദ്ധാത്മാവായ സർവേശ്വരായിരിക്കട്ടെ. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും ശക്തനാവുന്ന കാരണമാത്മാശീലിയാകും. ജീവദൈവത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയല്ലാത തിരുസന്നിധിയിൽ വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയല്ലാത തിരുസന്നിധിയിൽ പുരുവത്സരാം ശ്രീഹരമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോനാഥ. വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയല്ലാത തിരുസന്നിധിയിൽ അഗാധത്തിൽ താഴ്ന്നു ചെവികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിരവധിയാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവർക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവനായ ദൈവദൂതന്മാരുടെ കൂടിയോടുകൂടെ വരവേൽപ്പിച്ചതാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടി മരിച്ചവരായി കബറുകൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങളിൽ വരുമാനം വേർതിരിക്കപ്പെടുകയുമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേലുള്ള സമൂഹത്തിന്റെ മേലുള്ള കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും കൊടുക്കുന്ന അവരുടെ വിഷയങ്ങളിൽ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിന്റെ വായന മുദ്രവധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളിൽ ലോകവിസ്മൃതം നൽകുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവസേനവരെ ലോകത്ത് നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭോഗിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹിതരുടെ ആനന്ദവും ആശ്വാസവും സൗഭാഗ്യത്തിന്റെയും മോളവുമായി തീരട്ടെ. അമ്മേ ലോകരക്ഷകനായ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.